ഹലോ, ഞാൻ ആദിത്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലെ ഹൈൻസ്ബർഗ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പൊ നമുക്ക് എൻ്റെ ഓണമിന്റെ ചെറിയൊരു ഹോം ടൂർ ഒന്ന് കണ്ടാലെന്താ? സോ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് തുടങ്ങിയത്. ഇവിടെ നമ്മുടെ മെയിലൊക്കെ വരാൻ ഒരു പോസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കോളിംഗ് ബെല്ലൊക്കെ വരുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് കയറണം. ഇവിടെ 6 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ അപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്ന് കയറി കണ്ടാലെന്താ? മെയിൻ എൻട്രൻസ് ഇവിടെ നമ്മുടെ സ്വിച്ച് ബോർഡ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ താഴോട്ട് ഒരു ഡോർ ഉണ്ട്. ആ ഡോർ ഇറങ്ങിയപ്പോൾ ബേസ്മെന്റിലേക്ക് പോകും. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇതാണ് ഡോർ തുറന്ന് കയറി ഇവിടെ നമുക്കൊരു ഹോളുണ്ട്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ റൂം വന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ റൂമിൽ ഒരു ബെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഷ്രാങ്ക് ഉണ്ട്, പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ടേബിൾ ഉണ്ട്. ഇത്രയാണ് വരുന്നത്. ഇവിടെ വാഷ്റൂം ഇവിടെ വരുന്നത്. ഓക്കെ, മറ്റൊരു റൂമുണ്ട്. ഇവിടെ ഒരു ബെഡ്, പിന്നെ ഷ്രാങ്ക് ഉണ്ട്, പിന്നെ ഒരു ടേബിൾ ഉണ്ട്. ഇതാണ് കിച്ചണിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ മൈക്രോവേവ് ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, ടേബിൾ ഉണ്ട്. നമുക്ക് തൽക്കാലത്തിനുണ്ട് സാധനങ്ങളെല്ലാം എംപ്ലോയീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്വന്തമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി, കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല കേട്ടോ, നമ്മുടെ നാട്ടിനെക്കാട്ടി ബെറ്ററാണ്. കുറച്ചുകൂടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടിയവരാണ്. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ജനലൊന്നും തുറക്കാൻ പോലും ഒക്കില്ല. ജനലിൽ കൂടെയുള്ള വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗാർഡനിലോട്ടുള്ള ചെറിയൊരു വ്യൂ കാണിക്കാം. ജനലൊന്നും തുറക്കാൻ പറ്റാത്ത തണുപ്പാണ്, എന്നാലും കാണിക്കാം. ഇതാണ് നമ്മുടെ ഗാർഡൻ വന്നിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വേണേൽ പിക്നിക്കൊക്കെ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. നമുക്ക് ബുക്കൊക്കെ വായിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങൾ ഡ്രസ്സ് ഡ്രൈ ചെയ്യാൻ ഇടുന്നത് അവിടെ തന്നെയാണ്. അവിടെ ഇട്ട് അതിന്ന് പറഞ്ഞു. നല്ല ഏരിയ ആണ്. പക്ഷെ ഇതുവരെ അവിടെ പോയി ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. തണുത്ത കാറ്റ് കാരണം. പിന്നെ ഇവിടെ എന്തൊരു ഗ്യാരേജ് വരുന്നുണ്ട്. ഗ്യാരേജിൽ നമുക്ക് സൈക്കിൾസ് ഒക്കെ വെക്കാം. ഓക്കെ, പിന്നെ ആ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ആ ഏരിയ, അവിടെയാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അവിടെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് വേസ്റ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ ഞങ്ങളുടെ കംപ്ലീറ്റ് ആയി. താങ്ക് യു.